ഒരു വഴിയുണ്ട്. എന്താണ്? ഒരു ചീഞ്ഞ വഴിയാണ്. നിന്റെ വഴി പിന്നെ ചീഞ്ഞായിരിക്കുമല്ലോ. ഇപ്പം ഈ ചീഞ്ഞ വഴി ഇനി നടക്കും. പറ. നീ ഒരു പോലീസുകാരനല്ലേ? സംശയം ഉണ്ടാകും. ഒന്ന് കള്ളനാ വേണ്ടി. എപ്പോഴവിടെ ചുമ്മാ ആവശ്യം ഓരോ എടേ, നീ പറയണത് കേക്ക്. നാളെ വൈകിട്ട് പ്രമാണം എടുത്ത് കൊടുക്കണ്ടേ? നീ ഒരു ചെറിയ മോഷണം നടത്തേണ്ടി വരും. അളിയാ ഒരു കാര്യം പറഞ്ഞു. അളിയാണെന്ന് നോക്കൂലേ, ചൗക്കലടിച്ച് പിടിക്കേ. എൻ്റെ പൊന്നളിയ, നീ ഒന്ന് അടങ്ങും. വല്ലവരെയും വീട്ടിൽ പോയി മോഷണം നടത്തണ്ട. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ ഉരുപ്പടി എന്നാണ് ഇരിക്കുന്നത് വെച്ചാൽ അതെടുക്കുക, അതുകൊണ്ട് പണയം വയ്ക്കുക, പ്രമാണം എടുക്കുക, അവരെ മുമ്പിൽ അതങ്ങ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അയ്യേ, എന്തൊരു കയ്യേ. എടാ, സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാൽ ആരും ഒന്നും പറയില്ല. സ്വന്തം വീട്ടിൽ കിടന്ന് നമ്മൾ എന്തെല്ലാം കാണിക്കുന്നുണ്ട്, ആരും ഒന്നും പറയില്ലല്ലോ. അതല്ലേ ഈ സ്വന്തം എന്ന് പറയണത്. സ്വന്തം ഭാര്യ, എൻ്റെ പെങ്ങൾ, ഞാനുവാദം തന്നൊക്കെയാണ്. ധൈര്യമായിട്ട് എടുക്കുക, രാത്രി എടുക്കുക. ഇന്ന് ഇരുട്ടണതിനകത്ത് പ്രമാണം ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം അവൻ കാണും കേട്ടോ. പോട്ടെ, എന്ത് പോട്ടെ? ഏട്ടൻ നീ കൊണ്ടുവന്നില്ലല്ലോ, ഒന്നും പറയണ്ട. ആണോ? ഞാൻ തട്ടപ്പുറത്ത് കയറി ഒളിച്ചിരിക്കാടി. ഇന്നലെ നീക്ക് എന്തായിരുന്നു പറഞ്ഞത്? അപ്പൊ അതിനിടയ്ക്ക് കാല് മാറിയല്ലേ? അതെല്ലാം അറിയല്ല. കൊണ്ടുവരുവാണെങ്കിൽ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ അവൻ സമയം പോലെ എടുപ്പിച്ച് തരും. അതൊക്കെ അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ തൊട്ട് എന്നോട് മിണ്ടിയിട്ട് പോലും നിന്റെ അടുത്ത് മിണ്ടാതിരിക്കെ. ഈ വീടിന്റെ പ്രമാണം ഇന്ന് ഇവിടെ കിട്ടിയിരിക്കണം. നമ്മുടെ കനകനല്ലേ ക്ലീറ്റോ? നമ്മളെ കനകനല്ല, നമ്മളെ കനകന. അതൊക്കെ പോയി. അങ്ങനെ നമ്മളും ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ തെമ്മാടിത്തരം കാണിക്കില്ലല്ലോ. ഏട്ടൻ അങ്ങനെ കൊണ്ടുപോയി നശിപ്പിക്കത്തൊന്നുമില്ല. ക്ലീറ്റോ ചേട്ടൻ എന്തൊക്കെ കൊണ്ട് നശിപ്പിച്ചത് പറയില്ല. ക്ലീറ്റോ ഇതിനാണ് ക്ലീറ്റോ ചുമ്മായിക്കടി. അവന് ചായ എടുത്ത് കൊടുക്കടി. ചായയൊക്കെ കൊടുക്കാം, സമയമുണ്ട്. ആർക്കാണ് വീടിന്റെ പ്രമാണം വേണ്ടേ? നിനക്കായിരുന്നു അത്യാവശ്യം. പേടിക്കേ വാങ്ങ നോക്ക്. സമാനായല്ലോ. ഒരാളൊരു അത്യാവശ്യം പറഞ്ഞപ്പോൾ ഞാനിത് ചെയ്തു പോയി. മാപ്പ് ഇനി ആവർത്തിക്കില്ല. ഇനി ഈ വീട്ടിലെ ഒരാളും ഒരാവശ്യം പറഞ്ഞു ഒരു സഹായം ചോദിച്ചു എൻ്റെ അടുത്ത് വരരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ അലമാരയെ കൊണ്ടുവച്ച് പൂട്ട്. തങ്ക, നീ ഒരു നല്ല ചായ എടുക്ക്. തിരിച്ചു കിട്ടി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞാനൊന്ന് ഇരിക്കട്ടെ സ്വസ്ഥമായിട്ട്. ചായ എടുക്ക്, കടുപ്പ് ഇച്ചിരി ആവാം. ഏട്ടാ ചായ എടുക്കട്ടെ. ആ സ്വർണം വെച്ചപ്പോൾ തന്നെ എടുക്കാനുള്ള പൈസ കിട്ടിയല്ലേ അല്ലേ? പിന്നെ അവന് ചെറിയ പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല തോന്നുന്നു. ഇനി വേറൊരു കാര്യം ചോദിക്കണത്, ഇനി ലില്ലി എങ്ങാനും മാല ചോദിച്ചാൽ നമ്മളെന്ത് ചെയ്യും? അത് അപ്പോഴല്ലേ ഇടേ. ആ സമയത്ത് ഞാൻ ഇതിനേക്കാളും കിടിലൊരു അഭിനയം കാഴ്ചവെച്ച് സംഭവം സോൾവ് ചെയ്ത് തരൂലേ. സഹായിക്കണ്ട, കിട്ടുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ട് ഞാനതങ്ങ് എടുത്ത് കൊടുത്തോളാം.